മറ്റുള്ള ഒരു നെറ്റ്വർക്കുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണിത്. അതായത് ഒരു ഡീസെൻട്രലൈസ്ഡ് ക്രൗഡ് ഫണ്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ ബിസിനസ് പ്ലാൻ ഇതുവരെ ഇൻ്റർനെറ്റിൽ ഒരാൾ പോലും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഒരു ബിസിനസ് പ്ലാനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിലെങ്ങനെയാണ് സൈനപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. എനിക്ക് ലഭിച്ചിട്ടുള്ള റെഫറൽ ലിങ്ക് ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം ടോക്കൺ പോക്കറ്റ് എന്ന ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. USDT $100 ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. BNB ഏകദേശം $1.17 വാല്യൂയിലുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് മിനിമം $20 ആവശ്യമാണ്. എങ്കിലും BNB $1-2 വാല്യൂയിലുള്ള BNBയും ആവശ്യമായിട്ട് വരും. ഞാനിവിടെ $100 പാക്കേജാണ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്? എനിക്ക് ലഭിച്ചിട്ടുള്ള റെഫറൽ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിസ്കവർ എന്ന ഈ ഒരു സെക്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് സെർച്ച് ഡി ആപ്പ് ഓർ എൻ്റർ എ ലിങ്ക് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലഭിച്ചിട്ടുള്ള ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഇവിടെ താഴെ കാണിച്ചുകൊണ്ട് ഗോ ടു ഡി ആപ്പ് tetherOcean.com അതിൻ്റെ റെഫറൽ ലിങ്ക് ഉൾപ്പെടെയാണ്. ഞാൻ അപ്പോൾ അതിനകത്ത് ടച്ച് ചെയ്യുന്നു. ഇവിടെ വാം റിമൈൻഡർ എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് അണ്ടർസ്റ്റുഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഡു നോട്ട് ഷോ എഗെയിൻ എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അണ്ടർസ്റ്റുഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. tetherOcean-മായിട്ട് കണക്ട് ആവുകയാണ്. ഇവിടെ കണക്ട് ആകുന്ന സമയത്ത് ഇതേപോലെ രജിസ്ട്രേഷൻ്റെ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്. ഇതൊരു ഇനിഷ്യൽ സ്റ്റേജിലായതുകൊണ്ട് ട്രസ്റ്റ് വാലറ്റിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ആകുന്നതിന് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റാമാസ്കിലും അങ്ങനെ തന്നെയാണ്. അതേസമയം ടോക്കൺ പോക്കറ്റ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വരുന്ന സമയങ്ങളിൽ ഈ ട്രസ്റ്റ് വാലറ്റും മെറ്റാമാസ്കും ഒക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ടോക്കൺ പോക്കറ്റ് യൂസ് ചെയ്യുക. ടോക്കൺ പോക്കറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ടോക്കൺ പോക്കറ്റ് യൂസ് ചെയ്തിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് അതേ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ അതിനുശേഷം താഴെ കൊടുത്തിട്ടുണ്ട് യൂസർ നെയിം, പിന്നെ റെഫറൽ ID. എനിക്ക് എൻ്റെ സ്പോൺസറിൻ്റെ റെഫറൽ ID ആണ്. ഇത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. എൻ്റർ എമൗണ്ട് ഞാൻ $100 ആണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിനിമം $20 മുതൽ $1000 വരെയാണ് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ പേര് ഇവിടെ കൊടുത്തു. അതിനുശേഷം എമൗണ്ട് താഴെ ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ എമൗണ്ട് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ 3 വാലറ്റിൽ ഏത് വാലറ്റാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാനപ്പോൾ ടോക്കൺ പോക്കറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കാണിക്കുന്നുണ്ടാവും. മൊബൈലിൽ കൂടെ നോക്കുകയാണെങ്കിൽ 4 സൈഡിലും ഈ ഒരു വൈറ്റ് ഹൈലൈറ്റ് കാണിക്കും. അതിനുശേഷം അവിടെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ യുവർ ട്രാൻസാക്ഷൻ ഈസ് ഓൺ പ്രോസസ് ഇൻ ദ BSC ബ്ലോക്ക് ചെയിൻ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്രൂവ് സെക്യൂരിറ്റി ടിപ്സ് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ വീണ്ടും കാണിക്കുന്നുണ്ട് പേയർ ആരാണ്, അതായത് എൻ്റെ വാലറ്റിൽ നിന്ന് ഏത് വാലറ്റിലേക്കാണ് പോകുന്നത് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കൺഫേം ഓതറൈസേഷൻ ആണ് ഇവിടെ വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ പാസ്വേഡ് ചോദിക്കും. നമ്മൾ ടോക്കൺ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഉള്ള പാസ്വേഡ് ഇവിടെ ചോദിക്കും. അത് കൊടുക്കാം. ഞാൻ എൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ കൺഫേം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ പ്രോസസ്സിങ് നടക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഇനി കൺഫേം പേയ്മെൻറ്റ്, ഇത് ഗ്യാസ് ഫീ ഇത്രയും പോകുന്നുണ്ട്, ഏകദേശം $0.34 വാല്യൂയിലുള്ളത്. ഇവിടെ ഞാൻ കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ പാസ്വേഡ് ചോദിക്കും. ഞാനിവിടെ പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം വീണ്ടും കൺഫേം ചെയ്യുന്നു. ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, യുവർ അക്കൗണ്ട് ഈസ് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഡാഷ്ബോർഡാണിത്. ഡാഷ്ബോർഡിലേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് ഏകദേശം ഒരാഴ്ച മാത്രമേ ആയുള്ളൂ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബൈ റേറ്റ് എന്ന് പറയുന്നത് 0.01 എന്ന റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ചെറിയൊരു വ്യത്യാസം കാണിക്കും. പക്ഷേ വിർച്വൽ കറൻസിയാണിത്. ഇത് ഒരു ബ്ലോക്ക് ചെയിനിലും ഉള്ള കറൻസി അല്ല. ഈ കറൻസി നമുക്ക് വെളിയിലെങ്ങും ട്രാൻസ്ഫർ ചെയ്യാനും പറ്റില്ല. ഇത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിർച്വൽ കറൻസിയാണ്. അതായത് ഇതിൻ്റെ കാൽക്കുലേഷൻ ഇതിൻ്റെ ഡിപ്പെൻഡിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇൻകമാണ് ഇവിടെ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ബൈ റേറ്റ് എന്ന് പറയുന്നത് 0.116113 USDT ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് സമയത്ത് ഇത് തുടങ്ങി ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.01 മാത്രമായിരുന്നു. സെൽ പ്രൈസും അതിനോടടുത്ത് തന്നെ ഉള്ളൊരു വിലയായിരുന്നു. പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവരുടെ ലിക്വിഡിറ്റി പൂളിൽ വന്നിട്ടുള്ള എമൗണ്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത്രയും $16,661 ഫൈനൽ ലിക്വിഡിറ്റി പൂളിലുള്ളത്. ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഒരു പൈസ പോലും നഷ്ടപ്പെടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ വാല്യൂ ഓരോ പ്രാവശ്യം ബൈ ചെയ്യുമ്പോഴും ഇത് ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ ഇത് സെല്ല് ചെയ്യുമ്പോൾ ഇത് ബേൺ ആകുകയും ചെയ്യും. അക്കോർഡിംഗ്ലി അതിനകത്ത് ഒരു അപ്രീസിയേഷൻ വീണ്ടും ഉണ്ടാകും. 100% ഡീസെൻട്രലൈസ്
ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഒരിക്കലും ഈ പൈസ ഇവിടെ നിന്ന് അടിച്ചെടുത്തുകൊണ്ട് പോകുമെന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സിസ്റ്റത്തിലുള്ളത് ഓട്ടോമാറ്റിക്കാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ $100 പാക്കേജാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എനിക്ക് ഇവിടെ അവൈലബിൾ ഹോൾഡിംഗ് കോയിൻ എന്ന് പറയുന്നത് 35 USDT വിലയുള്ളതാണ്. 35 USDT വില ഉള്ളത് എന്ന് പറയുമ്പം അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 35% നമുക്ക് ഓൾറെഡി കോയിൻ ആയിട്ട് തന്നെ അവർ തരുന്നുണ്ട്. അപ്പോൾ ആദ്യ സമയത്ത്